ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഹൈക്കോടതിയിൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ സംഘടിച്ചവരെ ഒഴിപ്പിക്കണം, ബസിലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചത്. സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായാണ് ഒരു വിഭാഗം ബസിലിക്കയിൽ തുടരുന്നത് എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. രാഗിൻ, കുറേ നാളായി അങ്ങനെ നീറുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ആണ് ഇപ്പോൾ ബിഷപ്പ് ഹർജിയുമായി പോകുന്നത്. ഹർജിയിലെ മറ്റാവശ്യങ്ങൾ എന്തൊക്കെയാണ് രാഗിൻ? അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് ബസിലിക്കയിൽ, കൊച്ചിയിലുള്ള സെന്റ് മേരീസ് ബസിലിക്കയിൽ വൺ ചർച്ച് വൺ കുർബാന എന്ന ഒരു മൂവ്മെന്റ് പ്രാർത്ഥനാ പ്രതിഷേധം നടത്തി വരികയാണ്. അത് പള്ളിയിലാണ് പ്രാർത്ഥനാ പ്രതിഷേധം നടത്തുന്നത്. ഏകീകൃത കുർബാന എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യവും. അപ്പോൾ മാത്രമല്ല, നേരത്തെ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരും അടക്കം പുറത്ത് കൂടി നിൽക്കുന്നതടക്കമുള്ള നിലവിൽ വിശേഷമുണ്ടായിരുന്നു. ഇത്തരം ചില തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പള്ളിയിൽ അകത്ത് കയറിയിട്ടുള്ളവരെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രോപൊലിത്തൻ വികാരി കൂടിയായിട്ട് ബിഷപ്പ് പാംബ്ലാനി ഇത്തരത്തിലൊരു പെറ്റീഷനുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇവരെ ഒഴിപ്പിക്കണം. തീരുമാനത്തിന് വിരുദ്ധമായാണ് ഒരു വിഭാഗം അകത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ മുന്നോട്ട് വന്നിരുന്നെങ്കിലും ബന്ധപ്പെട്ട അധികൃതരാരും തന്നെ അത് സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത് നടപടി സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് പോലീസിന് നിർദ്ദേശം നൽകണമെന്നതാണ് ഈ പെറ്റീഷനിലെ പ്രധാനപ്പെട്ട ആവശ്യം. പോലീസ് സംരക്ഷണമാണ് പള്ളിക്ക് വേണ്ടത് എന്ന ഒരു ആവശ്യവും കൂടി ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. നേരത്തെ സിനഡ് തീരുമാനം എന്ന് പറയുന്നത് ഏകീകൃത കുർബാനയായിരുന്നു, പക്ഷേ അതിനെ അംഗീകരിക്കില്ല എന്ന നിലപാടായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പുരോഹിതരും ഒക്കെ സ്വീകരിച്ചിരുന്നത്. തുടർന്ന് സംഘർഷം ബിഷപ്പ് പാംബ്ലാനി ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി എത്തിയിരിക്കുന്നു.